സുഹൃത്തുക്കളെ, ഇന്ന് ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷം മാത്രമല്ല, അത് ലോകക്രമത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക സാമ്പത്തിക ശക്തിയായി നിലകൊണ്ടു. പ്രത്യേകിച്ച് 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം അമേരിക്കയുടെ ആധിപത്യം ഏകദേശം ചോദ്യം ചെയ്യാനാകാത്ത ഒന്നായി തുടരുകയാണ്. പക്ഷേ ഇന്ന് ആ ശക്തിയുടെ അടിത്തറയിൽ വിള്ളലുകൾ കാണാൻ തുടങ്ങി. ഇറാനുമായി ബന്ധപ്പെട്ട യുദ്ധവും സംഘർഷങ്ങളും ലോകത്തിന് ഒരു പുതിയ യാഥാർത്ഥ്യം കാണിച്ചു തന്നു. അമേരിക്കയുടെ സൈനിക ശക്തിയെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. എണ്ണ വ്യാപാരം, കടൽ മാർഗങ്ങൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾ എല്ലാം തന്നെ സമ്മർദ്ദത്തിലായി. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ സാമ്പത്തിക പ്രശ്നമുണ്ട്: നവ ഉദാരവാദം അഥവാ നിയോ ലിബറലിസം. കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി ലോക ക്യാപിറ്റലിസം പ്രവർത്തിച്ച രീതി എന്തായിരുന്നു? വലിയ കമ്പനികൾ ഉൽപ്പാദനം ചെലവ് കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് മാറ്റി. ഫാക്ടറികൾ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളിലേക്ക് പോയി, ചൈന, ഇന്ത്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്. പക്ഷേ ലാഭം കൂടുതലും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വലിയ കമ്പനികൾക്കാണ്. ഇന്ന് ലോക വ്യാപാരത്തിൻ്റെ വലിയൊരു ഭാഗം ഏതാനും ബഹുരാഷ്ട്ര കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. ഉൽപ്പന്നം നിർമ്മിക്കുന്നത് ഒരു രാജ്യമാകാം, ഡിസൈൻ മറ്റൊരിടത്ത്, മാർക്കറ്റിംഗ് മറ്റൊരിടത്ത്. പക്ഷേ ഏറ്റവും കൂടുതൽ ലാഭം ലഭിക്കുന്നത് ഹെഡ്ക്വാർട്ടർ രാജ്യങ്ങൾക്കാണ്, പ്രധാനമായും അമേരിക്കയ്ക്ക്. ചൈന ഇന്ന് ലോകത്തിലെ വലിയ നിർമ്മാണ കേന്ദ്രമാണ്. എന്നാൽ സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയം ഇപ്പോഴും അമേരിക്കയുടെ കൈവശമാണ്. കാരണം ലോക ധനകാര്യ വ്യവസ്ഥ ഇന്നും ഡോളറിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ലോക വ്യാപാരവും കടപ്പത്രങ്ങളും ബാങ്കിംഗ് സംവിധാനവും സാമ്പത്തിക വിപണികളും എല്ലാം കൂടുതലായി ഡോളറിലാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ലോകം മുഴുവൻ പ്രതിസന്ധിയിലായാലും അമേരിക്കയ്ക്ക് കൂടുതൽ പണം അച്ചടിക്കാനും വലിയ കടബാധ്യതയോടുകൂടി മുന്നോട്ട് പോകാനും കഴിയും. പക്ഷേ ഈ വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ പ്രതിസന്ധികളുണ്ട്. അസമത്വം വർദ്ധിക്കുന്നു. ധനകാര്യ വിപണികൾ യഥാർത്ഥ ഉൽപ്പാദനത്തെക്കാൾ വലുതായി. സാധാരണ ജനങ്ങൾ കടത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ലോകം മുഴുവൻ സാമ്പത്തിക വളർച്ച അമേരിക്കൻ ഉപഭോഗത്തെയും ഡോളറിനെയും ആശ്രയിക്കുന്ന അവസ്ഥയായി. 2008 സാമ്പത്തിക പ്രതിസന്ധി ഈ മോഡലിൻ്റെ അപകടം ലോകത്തിന് കാണിച്ചു തന്നിരുന്നു. ഇപ്പോൾ വീണ്ടും വലിയ അസ്ഥിരതകൾ ഉയരുന്നു. ഇതിനിടയിൽ ചൈന സാങ്കേതിക രംഗത്ത് വേഗത്തിൽ വളരുകയാണ്. ഗവേഷണം, പേറ്റന്റുകൾ, ഹൈസ്പീഡ് റെയിൽ, വ്യവസായം, പല മേഖലകളിലും ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. പക്ഷേ ചൈനയുടെ കറൻസിയായ യുവാൻ ഇപ്പോഴും ഡോളറിനെ പോലെ ആഗോള ധനകാര്യ വ്യവസ്ഥയുടെ കേന്ദ്രമാകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകം ഒരു വിചിത്രമായ അവസ്ഥയിലാണ്. അമേരിക്കയുടെ ആധിപത്യം ദുർബലമാകുന്നു. പക്ഷേ അതിനു പകരം പുതിയൊരു സ്ഥിരതയുള്ള സംവിധാനം ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല. ഇതാണ് ഇന്നത്തെ വലിയ പ്രതിസന്ധി. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക വീണ്ടും വ്യാപാര യുദ്ധങ്ങളും സൈനിക ഇടപെടലുകളും സമ്മർദ്ദ രാഷ്ട്രീയവും ശക്തമാക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കാൻ പഴയ രീതികൾ തുടരാൻ ശ്രമിക്കുന്നു. എന്നാൽ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ലോകം ഡോളറിനെയും ധനകാര്യ ആധിപത്യത്തെയും കേന്ദ്രീകരിച്ച നവ ഉദാരവാദ വ്യവസ്ഥയിൽ തുടരണമോ, അല്ലെങ്കിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ, സമത്വം, പൊതുക്ഷേമം എന്നിവയെ കേന്ദ്രമാക്കിയ ഒരു പുതിയ സാമ്പത്തിക മാതൃക ലോകം കണ്ടെത്തണമോ? കാരണം ഇപ്പോഴത്തെ വ്യവസ്ഥയിൽ സമ്പത്ത് വളരുന്നു, പക്ഷേ അസമത്വവും യുദ്ധവും പ്രതിസന്ധിയും കൂടുകയാണ്. ലോകം ഇന്ന് ഒരു വഴിത്തിരിവിലാണ്.